അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അപ്പൊ പ്രതി അടയാളം കാണിച്ചു. ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഫറവോൻ്റെ രാജധാനിയിൽ അവർ കൊണ്ടുവന്ന്, മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു. അവിടെ വടിയും പാമ്പായി. അപ്പം മോശസ് പേടിച്ചു പോയി. കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ, പിന്നെ എന്തിനാ യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം മുമ്പ് ഇടിമിന്നൽ പോലെ മോശസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി. എപ്പോഴും ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ തുറക്കുകയുമില്ല. അതായിരുന്നു അടയാളങ്ങളുടെ ശക്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി കശുരുമൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേസ് കൂടി വരുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ. നമ്മളുടെ യോഗ്യത കുറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നോട്ട് ബൈ ഗ്രേസ്. അപ്പം കൃപ കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അത് നീ അതിൻ്റെ പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. നിൻ്റെ യോഗ്യത കുറഞ്ഞ് വരികയാണ്. ചില പറയും നിലയം വിളിച്ചുകൊണ്ട് IELTS എഴുതി പുറത്ത് വരും. എല്ലാ മൊഴികളും എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു, എനിക്ക് തൊണ്ട നീരുമായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം തീർന്നു, ഇനി ഞാൻ എഴുതണില്ല. അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല, ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല, ഞാൻ ഇനി എവിടെ പോവും, ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെറിറ്റെല്ലാം പോയി തിരിച്ചു വരികയാണ്. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യം കൊടുങ്കാറ്റ് വരും, കൊടുങ്കാറ്റ് കർത്താവില്ല. അപ്പം അങ്ങനെ ഓരോ മന്ദമാരുതം വരും, മന്ദമാരിലെ കർത്താവില്ല. ടേക്ക് ദ വേർഡ് ഓഫ് അഗ്നി വരും, അഗ്നി കർത്താവില്ല. പലപ്പോഴും കർത്താവില്ല എന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ് ചെയ്ത് പോകും. ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത്. അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത്. ആദ്യകാലങ്ങളിൽ 1ാം സ്റ്റെപ്പിലും 2ാം സ്റ്റെപ്പിലും 3ാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:11. ഓക്കേ, 11. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. ഓർക്കുക, കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക. എന്താണ്? സീനായി മലമുകളിലെ, ഹൊറേബ് മലമുകളിലെ, കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോഴ്
അഗ്നിയിലും കർത്താവുണ്ടായിരുന്നു, ഭൂകമ്പത്തിലും കർത്താവുണ്ടായിരുന്നു, കാറ്റിലും കർത്താവുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദമായപ്പോൾ കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കും. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഏലിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും ഭൂകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത്. മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും. ദൈവം തെളിഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവസാനം ഇപ്പോൾ മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭസ്ഥ ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ്. അല്ല, കൊച്ചിൻ്റെ പകുതി തൂക്കം സാക്കിനുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അത്രയും എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നുപോയി. ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണത് എന്താണ്? കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട്. അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കേസ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്കേസ് എന്ന് പറയണത്. കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ കർത്താവ് ഇല്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം. അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അമ്മയാണ്, അല്ലേ? അല്ലേ? സെക്കൻഡ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അപ്പനാണ്. മൂന്നാമത്തെ കാറ്റഗറിസം ടീച്ചറാണ് പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിലില്ലേ? എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ? എങ്ങനെ വളരണത്? അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോഴേ യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മിലിതമാകുമ്പോൾ വൈകാരികമായ അനുഭവമാകും. ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്ക് ബോധ്യം തരും? ഇമോഷണൽ കൺവിക്ഷൻ. ഐ ആം ആഫ്റ്റർ ദി ബിൽഡിംഗ് ദ ഇമോഷണൽ കമ്മീഷൻ ത്രൂ ദിസ് കവനന്റ് പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അർത്ഥം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26. പുറപ്പാട് 12:26. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ല, അപ്പനും അമ്മയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം ചോദ്യം തന്നെ ആരോടാണ്? ഇതിൻ്റെ അപ്പനോടും അമ്മയോടുമാണ്
ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന മുമ്പ് തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം. ഇപ്പോൾ ഉടമ്പടിയിൽ നീലത്തിരിയുണ്ട്. എന്താ കാര്യം? നീല എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശം എന്താണ്? ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ നീല തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ 24 മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത്. ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം. എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോസസിനോട് കള്ളർ പറഞ്ഞുകൊണ്ടുണ്ട്, നീ സമാഗമ കൂടാരത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂല് ഉപയോഗിക്കണമെന്ന്. എന്താണ്? ദൈവസാന്നിധ്യമാണ്. നമ്മൾ നീല തിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും കത്തിക്കുമ്പോൾ, നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും, നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അർത്ഥവത്തായി ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ കത്തോലിക്കയുടെ പള്ളികളിലെല്ലാം നോക്കിയേ, അല്ലെങ്കിൽ യാക്കോബൈസിൻ്റെയും ഓർത്തഡോക്സിൻ്റെയും പള്ളികളിൽ നോക്കിയേ, ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ അവിടുത്തെ വികാരിച്ചന്മാർ കാണുന്നുണ്ട്. ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരിച്ചന്മാർ കാണുമ്പോഴത്തേക്കും ചേട്ടാ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പറ്റിപ്പോയി, ഇപ്പം എങ്ങനെ വന്നു? ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അതാണ് സംഭവം. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ട പോലെ നിൽക്കുക, കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നവർ നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവരെ എളിമ പഠിച്ചു പോയി. കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന്. ഇപ്പോൾ അവർ മുട്ടയിൽ നിൽക്കും. അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത്, കൃപാസനം പത്രം. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും, ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിഡ്ഢിത്തരം കാണിക്കണേ എന്താണ്? അപ്പോൾ ചേച്ചി തിരിച്ചു പറയും, ഈ വിഡ്ഢിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളൂ എന്ന് പറയും. ആരാണ്? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഡ്ഢിത്തരമില്ലേ, അത് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും. അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗികൾ അവൻ്റെ വചനം കേൾക്കുക. അപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയണത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ്? പരിശുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം എന്താ? നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പോൾ 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിന് ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവർ ചുണ്ടനങ്ങാതെ അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അതിതീഷ്ണതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്വർഗീയ
കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദകരമാതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഇപ്പൊ അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെന്റുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു. അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞത്. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മിൻറ്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നത്, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15 എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 14:15. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ല, നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട്, ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്നും പറഞ്ഞ് വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തു ഉടമ്പടി എടുത്തപ്പോൾ. അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം, 3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച. എന്തൊരു ഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റൽ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിൽ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടിയുടെ അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായി തീർന്നിടും.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാണ് പറയണത്. എന്ന് പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫെസ്യസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫെസ്യസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 പറഞ്ഞ നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളിയിൽ പോണില്ല ആൾക്കാർ. ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് AC ആണോ അല്ലേന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ലേ എന്നല്ല പ്രശ്നം. പല പള്ളികളും ഇപ്പോൾ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? AC ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ AC എന്നോട് ഞാനൊരു 2016 അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓലപ്പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളോടൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തീഡ്രൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാങ്കട്ട കത്തീഡ്രൽ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം, എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോട് അന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു എന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്. അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ,
എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും, ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം? ഞങ്ങൾ ആരെങ്കിലും ഇതിൽ മതം മാറ്റിയിട്ടുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ, നീ ഹിന്ദുവാണോ, മുസ്ലിമാണോ വരും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ കാർഡെടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയി ലക്ഷങ്ങളും കോടികളും ആകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലെ നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം, അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജീവിതവും പ്രകൃതിയും പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലസ് തോമസ് വേറൊരു കാര്യം പറയും. എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്? അതൊരു ബന്ധമാണ്. ഇത് അലസ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്? അതൊരു റിലേഷനാണ്. എന്താ കാര്യം? ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്, ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ.